ഈ കുനൂത്ത് ഓതുക എന്ന് പറയുന്നത് 3 സന്ദർഭങ്ങളിലാണ് പ്രത്യേകിച്ച് ശാഫിഈ മദ്ഹബിൽ പ്രത്യേക പുണ്യമുള്ളതായി വരുന്നത്. നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക അതിൻ്റെ ഏകദേശം ഒരു ധാരണ. കുനൂത്ത് ഓതാനൊക്കെ നമുക്കറിയാം, പക്ഷെ അതുമായി ബന്ധപ്പെട്ട ചേരുന്ന ചില ചേരുവ മസലകൾ നമുക്കറിയാതെ പോകും. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ പറയുന്നത്. 3 സന്ദർഭങ്ങളിൽ കുനൂത്ത് സുന്നത്താണ്. ഒന്ന് സുബഹി നിസ്കാരത്തിൽ കുനൂത്ത് സുന്നത്താണ്. മറ്റൊന്ന് നാസിലത്തിൻ്റെ കുനൂത്ത്, വിപത്തുകൾ ഇറങ്ങുമ്പോൾ, വലിയൊരു വിപത്തിറങ്ങി. ഇപ്പോൾ കൊറോണ കാലത്ത് നമ്മൾ കുനൂത്ത് ഓതിയിട്ടുണ്ട്. അപ്പോൾ വിപത്തുകൾ വരുന്ന കാരണം ആ വിപത്തുകളെ തട്ടി മാറ്റാൻ വേണ്ടി കുനൂത്ത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഓതിയിട്ടുണ്ട്. 3ാമത്തെ സുന്നത്ത് റമദാനിലെ അവസാനത്തെ പകുതിയിലെ വിത്തർ, 16ന്റെ രാവ്, അതായത് പകുതി കഴിഞ്ഞു, തറാവീഹ് കഴിഞ്ഞു, വിത്തർ നിസ്കാരത്തിന്റെ അവസാനത്തെ റക്അത്തിൽ തീർച്ചയായും കുനൂത്ത് സുന്നത്തായി കയറി വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് കുനൂത്തിന്റെ സാധാരണ സുബീക്ക് ഓതാറുണ്ടല്ലോ, സെയിം ടു സെയിം, അത് തന്നെ, ഒന്നും ചേർക്കാനുള്ള കളയാനുമില്ല. അല്ലാഹുമ്മ ഹ്ദിനി ഫിമൻ ഹദൈത് വആഫിനി ഫിമൻ ആഫൈത് വതവല്ലനി ഫിമൻ തവല്ലൈത്. പൂർണ്ണമായിട്ട് ഓതണ്ടല്ലോ, നമുക്കൊക്കെ പരിചയമുണ്ട്. നമ്മൾ ജമാഅത്തായിട്ടാണെങ്കിൽ ഇമാം എന്ത് പറയും? അല്ലാഹുമ്മ ഹ്ദിനാ ഫിമൻ ഹദൈത് വആഫിനാ ഫിമൻ ആഫൈത് വതവല്ലനാ ഫിമൻ തവല്ലൈത്. അറിയാലോ. അങ്ങനെ സാധാരണ സുബഹിക്ക് ഓതുന്ന സെയിം കുനൂത്ത് തന്നെയാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. ഇവിടെ കുനൂത്ത് ഓതുമ്പോൾ ചില മസാലകൾ പഠിച്ചോളൂ. റമദാനാണല്ലോ, കുനൂത്ത് സുന്നത്താണ്. ആ കുനൂത്തിൽ സുന്നത്തായ ചില കൈഫിയത്ത് രൂപങ്ങളുണ്ട്. ആ രൂപം അത് ചൊല്ലുമ്പോൾ എങ്ങനെ കൈപിടിക്കണം, നോട്ടം എങ്ങോട്ടാകണം, അത് ചൊല്ലിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ സുന്നത്തുകൾ കൊണ്ടുവരുമ്പോൾ ഓരോ സുന്നത്തിനും ഫറലിൻ്റെ കൂലി ആയതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചില പോയിന്റ്സുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. കുനൂത്തിൽ ആദ്യമായിട്ട് കുനൂത്ത് ചെയ്യേണ്ട അതിൻ്റെ കുനൂത്തിൻ്റെ പദങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി ചെയ്യേണ്ട രൂപം, കൈഫിയത്ത് എങ്ങനെയാണ്? കുനൂത്ത് ഓതുമ്പോൾ അതിൻ്റെ കൈ പിടിക്കുന്ന പലരും പലതരത്തിലാണ് പിടിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദുആഇൻ്റെ ഖിബ്ല ആകാശമാണ്. നിസ്കാരം നമ്മൾ തീയുന്ന ഖിബ്ല പരിശുദ്ധമായ കഅബയാണ്, ദുആഇൻ്റെ ഖിബ്ല ആകാശമാണ്. അതായത് ആകാശത്തിൽ നിന്ന് ബറക്കത്ത്, ദുആഇൻ്റെ ഇജാബത്ത് അല്ലാഹു ഇറക്കി തരും. അപ്പോൾ അത് വാങ്ങാൻ പാകത്തിന് നമ്മുടെ കരങ്ങളെ നമ്മൾ വിരിച്ച് തുറന്നു പിടിക്കണം. പലരും സാധാരണ ദ്വാരക്കുമ്പോൾ പിടിക്കുന്നത് നമ്മുടെ മുഖത്തിൻ്റെ, ശരീരത്തിൻ്റെ നേരെ ഫേസ് ചെയ്തിട്ടാണ്. അങ്ങനെയല്ല. പിന്നെ കൈകൾ നമ്മൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കൈകൾ ഇങ്ങനെ വിരിച്ച് തുറന്നു പിടിക്കുമല്ലോ, ആ അവസ്ഥയിലാണ് ദ്വാ ചെയ്യുമ്പോൾ എപ്പോൾ ദ്വാ ചെയ്താലും നമ്മുടെ കൈകൾ പിടിക്കേണ്ടത്. പ്രത്യേകിച്ച് കുനൂത്തിലും അങ്ങനെ തന്നെ പിടിക്കണം. അപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ അകറ്റി പിടിക്കുന്നുണ്ട്, കുറേ ആളുകൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. അകറ്റി പിടിക്കുക, ചേർത്ത് പിടിക്കുക, ആ 2 ഓപ്ഷനും പറ്റുന്നതാണ്. പക്ഷേ ഏറ്റവും നല്ലത് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, ചേർക്കലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എപ്പോൾ ദ്വാ ചെയ്താലും കൈകൾ ചേർത്തി പിടിക്കൽ ഏറ്റവും നല്ലതാണ്. മറ്റു മോശമാണെന്നല്ല, ഏറ്റവും നല്ലത് ചേർക്കലാണ്. അപ്പോൾ ചേർത്തി തന്നെ പിടിക്കുക. പിന്നെ നോട്ടം എങ്ങോട്ടാകണം? കുനൂത്ത് ഓതുമ്പോൾ ചില ആളുകൾ ആകാശത്തേക്ക്, ദ്വാരക്കുമ്പോൾ മേപ്പോട്ട് നോക്കുന്ന, അല്ലെ, ആകാശത്തേക്ക് നോക്കുന്ന, അത് സാധാ ദ്വാകളിൽ വെളിയിലൊക്കെ ദ്വാ ചെയ്യുമ്പോൾ നമുക്ക് പറ്റും. നിസ്കാരത്തിൻ്റെ ഉള്ളിൽ എന്ത് ദ്വായിലും ഏത് കർമ്മത്തിലും, അത്തഹിയാത്തിലും സ്വലാത്തിലും ഇരുത്തത്തിലും നമ്മൾ എഴുന്നേൽക്കുന്ന എവിടെയും, ഫാത്തിഹയിലും സൂറത്തിലും നിയ്യത്തിലും എല്ലാം നോട്ടം എവിടെയാകണം? നെളർ സുജൂദിൻ്റെ മക്കാമിലാകണം. എവിടെയാണ് നമ്മൾ നെറ്റി വെക്കുന്നത് ആ ഭാഗത്തേക്ക് നോട്ടം പറ്റുള്ളൂ. അപ്പോൾ സമീഅ അല്ലാഹു ലിമൻ ഹമീദ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കുനൂത്തിന് വേണ്ടി കൈ ഉയർത്തിയാൽ കൈകൾ രണ്ടും വിരിച്ച് തുറന്നു പിടിക്കുക. അപ്പോൾ നമ്മുടെ നോട്ടത്തിൻ്റെ, നമ്മുടെ സുജൂദിൻ്റെ മക്കാമ സ്ഥലത്തിൻ്റെയും നമ്മുടെ നോട്ടത്തിൻ്റെയും ഇടയിൽ കൈ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് കയ്യിലേക്ക് നോട്ടം വരും. കാരണം അത് കയ്യിലേക്കുള്ള നോട്ടമല്ല, സുജൂദിൻ്റെ മക്കാമിലേക്കുള്ള നോട്ടമാണ്. അതിനിടയിൽ കൈ വന്നപ്പോൾ നോട്ടം അവിടെയായി, അതുകൊണ്ട് വിരോധമില്ല. അപ്പോൾ കയ്യിലേക്ക് നോട്ടം വരും, കുഴപ്പമില്ല. സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് തന്നെയാണ് നോട്ടം വരേണ്ടത്, അവിടെ നിന്ന് പറിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ, അതായത് മുകളിലേക്ക് നോക്കാൻ പാടില്ല, സൈഡിലേക്ക് നോക്കാൻ പാടില്ല, ആ ഒരു ഭാഗത്തേക്ക് തന്നെ കൈകൾ വിരിച്ചു പിടിച്ചു. ചുമലിൻ്റെ നേരെ, തീരെ താഴ്ത്തിയല്ല, നമ്മുടെ ചുമലിൻ്റെ നേരെ വരുന്ന ഒരവസ്ഥയിൽ നമ്മൾ സാധാരണ ദുആ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോൾ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുക, നോട്ടം പിന്നെ ശ്രദ്ധിക്കുക ആ ഭാഗത്തേക്ക് തന്നെ, ഏകദേശം കൈയിരിക്കുന്ന ഭാഗത്തേക്ക്. അതേപോലെ തന്നെ പിന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധമായി കുനൂത്ത് ഓതൻ്റെ ശൈലി പറഞ്ഞു. ഇമാമാണെങ്കിൽ എല്ലാവരും ഉൾപ്പെടുത്തി അല്ലാഹുമ്മ ഹ്ദിനാ ഫിമൻ ഹദൈത്, ഒറ്റ സംസ്കരിക്കുന്ന അല്ലാഹുമ്മ ഹ്ദിനി, അല്ലേ, ഓരോരുത്തരുടെയും സ്വന്തത്തിന് വേണ്ടിയിട്ടുള്ള ഏകവചനമായ പ്രയോഗം ഉപയോഗപ്പെടുത്താം. അതേപോലെ തന്നെ 4ാമത്തെ ഒരു കാര്യം, കുനൂത്ത് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അവിടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കുനൂത്ത് കഴിഞ്ഞാൽ, സാധാരണ ദുആ ചെയ്ത് കഴിഞ്ഞാൽ മുഖം തടവൽ സുന്നത്താണ്. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാലും ദുആകൾ കഴിഞ്ഞാലും എപ്പോഴാണെങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ, 2 കരങ്ങൾ കൊണ്ട് മുഖം കംപ്ലീറ്റ് കവർ ചെയ്തിട്ടൊന്ന് തടവി കൊടുക്കണം. അത് പ്രത്യേകം സുന്നത്താണെന്ന് മാത്രമല്ല, മുഖത്തിൽ ചെറിയ കുഞ്ഞൻ രോമങ്ങളുണ്ടാവും. ഇപ്പോൾ ആണായാലും പെണ്ണായാലും ചെറിയ രോമത്തിൻ്റെ അടയാളങ്ങളുണ്ടാവും, സുഷിരങ്ങളുണ്ടാവും, രോമകൂപങ്ങളുണ്ടാവും. അതിൻ്റെ എണ്ണം എത്രയാണ്? അത്രയും എണ്ണം അള്ളാഹുവിൻ്റെ കോടതിയിൽ പടച്ചതമ്പുരാൻ്റെ ഖിയാമത്ത് നാളിൽ കൂലി കിട്ടുന്ന അമല. അള്ളാഹിനോട് സാക്ഷി പറയും. എപ്പോൾ ദുആ ചെയ്ത് ഭയങ്കര കൂലി, ലക്ഷക്കണക്കിന് കൂലി കിട്ടുന്നൊരു അമലാണത്. എപ്പോഴും മറക്കാൻ പാടില്ല. ആ ബറക്കത്ത് കൈ ഒഴിവാക്കാൻ പാടില്ല.
ദുആ ചെയ്യുമ്പോൾ കയ്യിൽ ബർക്കത്ത് വരും, ആ ബർക്കത്ത് ഒഴിവാക്കി കളയാൻ പാടില്ല. പക്ഷേ നിസ്കാരത്തിൽ ഇത് മാറ്റാണ്. നിസ്കാരത്തിൽ ഒരു കാരണവശാലും സുബഹിസ്കാരമായിക്കോട്ടെ, മറ്റു നമ്മൾ വിത്തറിൻ്റെ കുനൂത്തായിക്കോട്ടെ, കുനൂത്ത് ഓതി കഴിഞ്ഞിട്ട് മുഖം തടവൽ പാടില്ല, അത് വേണ്ട. പിന്നെയോ കൈ സാധാരണ ഇർസാലാക്കിയിടുക എന്ന് പറയും. സാധാരണ നമ്മളെ സമയം അല്ലാഹു ലിമൻ ഹമിദ താഴ്ത്തിയിടുമല്ലോ എന്ന് പറഞ്ഞതുപോലെ കുനൂത്ത് കഴിഞ്ഞാൽ കൈ താഴ്ത്തിയിടുക, എന്നിട്ട് നമ്മൾ പരിശുദ്ധമായ സുജൂദിലേക്ക് പോവുക. കൈ താഴ്ത്തിയിടുന്ന വിഷയത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ പറഞ്ഞത് മുഖം തടവൽ പ്രത്യേകം സുന്നത്തില്ല, അത് വേണ്ട, കൈ താഴ്ത്തിയിടാണ് വേണ്ടത്. അഞ്ചാമത്തെ ഒരു കാര്യം, നമ്മൾ കുനൂത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കൈ ഇർസാലാക്കി താഴ്ത്തിയിടണം. ഒരു പോയിന്റ് മനസ്സിലാക്കണം. കാരണം പലരും കുനൂത്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സഹോദരിമാർക്ക് പലർക്കും ആ അജ്ഞതയുണ്ട്. കുനൂത്ത് കഴിഞ്ഞാൽ ആ കൈ ഇങ്ങനെ നേരെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കമിഴ്ത്തി വെക്കുന്നൊരു എന്തോ സാധനം കയ്യിൽ ഇരിക്കുന്ന പോലെ, ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. അത് നമുക്ക് വേണ്ടൊരു ശൈലിയല്ല. കുനൂത്ത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് കൈ താഴ്ത്തി ആടാതെ, ആട്ടമുണ്ടാകാതെ കൈ പെട്ടെന്ന് തൊടയുടെ ഭാഗത്തേക്ക് ചേർത്ത് വെക്കണം. അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകുന്ന അവസ്ഥ ഉണ്ടാവും. കുനൂത്താണെന്ന് കരുതിയിട്ട് കൈ താഴ്ത്തിയിടുമ്പോൾ ഇങ്ങനെ 3 വട്ടം ആട്ടം വരും, ഒന്ന് പുറകോട്ട് മുന്നോട്ട്, ചെറുതായിട്ടൊന്ന് പുറകോട്ട്, നിസ്കാരം ബാത്തിലാവും. അപ്പോൾ നമ്മുടെ കാലിലേക്ക് തുടയിലേക്ക് ചേർത്ത് കൈ താത്തിയിടുക, എന്നിട്ട് സുജൂദിലേക്ക് പോവുക. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇമാമാണ് പറയുന്നതെങ്കിൽ നമ്മൾ ആമീൻ പറയുക. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത്, ഓരോ വാക്കിനും ആമീൻ ആമീൻ എന്ന് പറയുക. പിന്നെ സനാഇൻ്റെ ഇന്നക തഖ്ലി വലാ യുഖ്ള അലൈക, സനാഇൻ്റെ വചനം പറയുമ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ച് പറയാം. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കണം. ഇമാമിൻ്റെ പുറകിൽ നിന്നിട്ട് നമ്മൾ ഒന്നിച്ച് പറയുന്ന സനാഇൻ്റെ വാക്ക് വരുമല്ലോ, ഇന്നക തഖ്ലി വലാ യുഖ്ള അലൈക, ആ ഭാഗം ചില മഅ്മൂമികൾ ഉറക്കെ പറയുന്ന കാണാം. ഒരിക്കലും പറ്റൂല. ഇമാമിൻ്റെ പുറകിൽ നമ്മൾ സൂറത്തോതൊന്നും വാത്തിയൊന്നും ആരും കേൾക്കില്ല, നമ്മൾ മാത്രമേ കേൾക്കുള്ളൂ. അത്ര തന്നെ ശബ്ദം പാടുള്ളൂ, ശബ്ദം ഉയർത്താൻ പാടില്ല. പള്ളിയിലൊക്കെ ഭയങ്കരമായ ശബ്ദകോലാഹലം ഉണ്ടാവും, പറ്റൂല. അത് വളരെ സൈലൻ്റായിട്ട് തന്നെയാണ് പറയേണ്ടത്. നമ്മുടെ ശരീരം കേൾക്കണം. അതെന്തുവാണ് പറഞ്ഞാൽ കൂലി കിട്ടണമെങ്കിൽ നമ്മുടെ ശരീരം കേൾക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുകൊണ്ട് കിട്ടാൻ പോകുന്ന ഫലം എന്താണെന്നറിയോ? വിത്തറിൻ്റെ നിസ്കാരത്തിലെ ഈ ദുആ, ഈ കുനൂത്ത്, അതുകൊണ്ട് കിട്ടാൻ പോകുന്ന ലാഭം ഒന്ന് ഹിദായത്താണ്. വഴി പിഴക്കൂല, നിരീശ്വരവാദത്തിലേക്ക് പോകൂല. നമ്മുടെ ചിന്തയിൽ വസ്വാസ, അള്ളാഹുവിൻ്റെ ചിന്തയിൽ അള്ളാഹുവിൻ്റെ യഖീൻ, പടച്ച തമ്പുരാൻ്റെ വഹദാനിയത്ത്, അവൻ്റെ റുബൂബിയത്ത്, ഉലൂഹിയത്ത്, അത് പതറില്ല, അതിനുറപ്പുണ്ടാവും, അത് ശക്തമാവും, അത് സുബൂത്താവും, ഹിദായത്ത് ഉറപ്പാവും, ഹിദായത്ത് മാറൂല. പിന്നെ രണ്ടാമത്, രോഗങ്ങളൊക്കെ മാറി ആഫിയത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ രോഗങ്ങളില്ല, ആഫിയത്തുണ്ടെങ്കിൽ അത് നിലനിൽക്കും. രോഗിയായി തകർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല. രോഗം ഉണ്ടെങ്കിൽ മാറും, ആഫിയത്ത് ഉണ്ടാവും. രണ്ടാമത്തെ, അപ്പോൾ ഹിദായത്ത് ഉടൻ തന്നെ അടുത്ത നിഅമത്താണ് ആഫിയത്ത്. ഹിദായത്ത്, ആഫിയത്ത് രണ്ടും അള്ളാഹു നൽകുന്നതാണ്. മൂന്നാമത്തത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യം ഏറ്റെടുക്കും. കണ്ടോ, അള്ളാഹു നമ്മുടെ കാര്യം ഏറ്റെടുത്താൽ അൽഹംദുലില്ലാഹ് പിന്നെ ഒരു ചുക്കുമില്ല നമുക്ക്. പിന്നെ ഒന്നും ആരെയും നമുക്ക് ഭയപ്പാടില്ല. നമ്മുടെ കാര്യം ഒക്കെയാണ്, പടച്ചോ നമ്മുടെ കാര്യം ഏറ്റെടുക്കും. നാലാമത്തെ ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാറ്റിലും ബറക്കത്ത്, അതാണല്ലോ വേണ്ടത്. എല്ലാം ഫീമ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിൽ മുഴുവനും എല്ലാറ്റിലും ബറക്കത്തുണ്ടാവും. അതേപോലെ തന്നെ അഞ്ചാമത്തെ ഒരു കാര്യം, എല്ലാ ആഫത്ത്, മുസീബത്തുകൾ, അപകടങ്ങൾ, അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൻ്റെ, നമുക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ, ഖലാഅുകൾ, അതിൽ നിന്ന് സലാമത്തുണ്ടാവും. അതൊക്കെ തട്ടിമാറിപ്പോകും. ഭയങ്കര പവറാണ് ഈ കുനൂത്തിന്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, ആത്മാർത്ഥമായി ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കർമ്മം കൃത്യമായി ചെയ്യുന്ന, പോലീശ മുഴുവൻ നേടുന്ന, ഇനി റമദാനിൻ്റെ അവസാനത്തെ വിത്തർ വരെ ഉണ്ടാകണം. ഈ ചോദിക്കുമ്പോൾ, ഈ ദുആ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ കൂടെ, അല്ലെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങൾ കൂടെ ചിന്തിച്ച് ആത്മാർത്ഥമായിട്ട് ചോദിക്കണം പടച്ചവനോട്. കേവലം ദിക്ർ ചൊല്ലുന്നത് പോലെ ഇങ്ങനെ ചൊല്ലിപ്പോയാൽ പോരാ, ആത്മാർത്ഥതയോടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ, വിജയം നൽകട്ടെ, സലാമത്തിലാക്കട്ടെ. അല്ലാഹു എല്ലാ അമലും കൃത്യമായി ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഇനി കുനൂത്ത് മറന്നുപോയാലോ? ചിലപ്പോൾ മറന്നു പോവും, ഇമാം മറന്നു പോവും, മൗമൂമികൾ മറന്നു പോവും, നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ മറന്നു പോവും. അങ്ങനെ മറന്നുപോയാൽ എന്ത് ചെയ്യുക? മറന്നു പോയാൽ നമുക്ക് കുനൂത്ത് നമ്മൾ മറന്നുപോയി സുജൂദിലേക്ക് പോയാൽ നമുക്ക് വിരോധമില്ല. സുജൂദിൽ പോയാൽ, സുജൂദിൽ നെറ്റി വെച്ചു എന്നാൽ പിന്നെ നമ്മൾ റിട്ടേൺ മടങ്ങാൻ പാടില്ല. കാരണം സുന്നത്ത്, ഫർളിൽ നിന്ന് സുന്നത്തിലേക്ക് മടങ്ങാൻ പാടില്ല. എന്നാൽ നമ്മൾ കുനിഞ്ഞങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ, സുജൂദിലേക്ക് എത്തിയിട്ടില്ല, എന്നാൽ റിട്ടേൺ മടങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി കുനൂത്ത് ഒഴിവായിപ്പോയി, അല്ലെങ്കിൽ കുനൂത്ത് ഓതിയില്ല, കുനൂത്ത് ഒഴിവാക്കി, രണ്ടാണെങ്കിലും മറന്നുപോയാലും ഒഴിവാക്കിയാലും എന്ത് ചെയ്യാം? നമുക്ക് സഹ്വിൻ്റെ സുജൂദ് ചെയ്ത്, 2 സഹ്വിൻ്റെ സുജൂദ് അത്തഹിയാത്ത് കഴിഞ്ഞ് സലാം വിടുന്നതിന് തൊട്ട് മുമ്പായി ചെയ്താൽ അൽഹംദുലില്ലാഹ് അതിനെ പരിഹരിക്കാൻ പറ്റും എന്ന വിഷയം കൂടെ പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കർമ്മങ്ങളുടെയും ഫലം, അതിൻ്റെ നിഅമത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ, വിജയം നൽകട്ടെ, സലാമത്തിലാക്കട്ടെ, റമദാൻ അനുകൂലമാക്കി നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.